നേപ്പാളിൽ നിന്നുള്ള ആശിഷ്. പ്രിയപ്പെട്ട ആചാര്യജി, എല്ലാ കർമ്മങ്ങളുടെയും സത്തയായ രാമനിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം കർമ്മങ്ങൾ ചെയ്യാൻ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രബോധനങ്ങൾ നിനക്ക് വ്യക്തത നൽകി. അതായത് എന്റെ കർമ്മങ്ങൾക്ക് പിന്നിലെ സ്വാർത്ഥപരമായ പ്രേരണകൾ അഹന്തയെ ശക്തിപ്പെടുത്തുന്നു എന്ന് നിങ്ങളുടെ പഠിപ്പിക്കൽ എനിക്ക് വ്യക്തത നൽകി. ഇതറിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രേരണകൾക്ക് അധികം ശ്രദ്ധ നൽകാതിരിക്കാൻ പരിശീലിക്കുന്നു. എല്ലാം ഈശ്വരന് സമർപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് ശ്രീരാമകൃഷ്ണ പരമഹംസരെയും ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നു, നമ്മൾ ഈ അഹന്തയുടെ പെടലുകൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അതൊരിക്കലും അപ്രത്യക്ഷമാകാൻ പോകുന്നില്ല. ചവിട്ടുന്നത് നിർത്തൂ, അത് കുറച്ചു ദൂരം കൂടി ഓടും. ഒടുവിൽ അത് തനിയെ നിന്നുകൊള്ളും. ഈ പരിശീലനം ഉപകരിക്കുമോ? ശ്രീകൃഷ്ണൻ കർമ്മയോഗത്തിലൂടെ അർജുനനെ പഠിപ്പിക്കുന്നത് ഇതേ പരിശീലനമാണോ? അതെ ആശിഷ്, പരിശീലനം ഉപകരിക്കും. തീർച്ചയായും. യാതൊരു ആലോചനയോ വിശകലനമോ ചിന്താശേഷിയോ കൂടാതെ എനിക്ക് പറയാൻ കഴിയും. ഇതുതന്നെയാണ് കൃഷ്ണൻ അർജുനനെ പഠിപ്പിക്കുന്നത് എന്ന്. കാരണം സത്യം ഒന്നേയുള്ളൂ. രാമകൃഷ്ണൻ പറയുന്നതും കൃഷ്ണൻ പറയുന്നതും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ കഴിയില്ല. വസ്തുതാപരമായ തലത്തിൽ നോക്കിയാൽ പോലും ശ്രീകൃഷ്ണൻ അർജുനനോട് അഭ്യാസത്തിന്റെ അല്ലെങ്കിൽ പരിശീലനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അഭ്യാസം എന്നാൽ പ്രാക്ടീസ്. നിങ്ങൾക്കായി ഏറ്റെടുത്തിട്ടുള്ള പരിശീലനം എന്താണ്? നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്വാർത്ഥ പ്രേരണകൾക്ക് വലിയ പ്രാധാന്യം നൽകാതിരിക്കുകയുമെല്ലാം ഈശ്വരന് സമർപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങളുടെ രീതി. ഒരാളുടെ ആഗ്രഹങ്ങൾക്കോ പ്രേരണകൾക്കോ ഉദ്ദേശങ്ങൾക്കോ അമിത പ്രാധാന്യമോ വിലയോ നൽകാതിരിക്കുന്ന രീതി നിലനിൽക്കുന്നിടത്തോളം അത് ഒരു നല്ല പരിശീലനമാണ്. ഒരാൾ തന്നെ അല്പം നിസ്സാരമായി കാണണം. ഒരാൾക്ക് തന്നെ അമിത ഗൗരവത്തോടെ കാണാൻ കഴിയില്ല. ആരും സ്വയം ഗൗരവമായി എടുക്കപ്പെടാൻ അർഹരല്ല. കുറഞ്ഞപക്ഷം സ്വന്തം കണ്ണിലെങ്കിലും. മറ്റുള്ളവർ ഒരുപക്ഷെ നിങ്ങളെ ഗൗരവമായി എടുത്തേക്കാം, കാരണം അവർക്ക് നിങ്ങളെ അറിയില്ല. അവർ മിഥ്യയിലായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ തന്നെ ഗൗരവമായി എടുക്കാൻ കഴിയുക? നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം. അതിനർത്ഥം ആത്മാവെന്നോ ബ്രഹ്മമെന്നോ അല്ല. തെറ്റായ ഇടങ്ങളിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് നിങ്ങൾക്കറിയാം. നികൃഷ്ടമായ ആഗ്രഹങ്ങൾ കൂടെ സന്ദർശിക്കുന്ന ഒരാളാണ് നിങ്ങളെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഗൗരവമായി കാണണോ? സ്വയം ഗൗരവമായി എടുക്കാതിരിക്കുക എന്നത് വലിയൊരു ആത്മീയ പരിശീലനമാണ്. ഈ പരിശീലനം ആവശ്യമാണ്. കാരണം ആഗ്രഹങ്ങൾ എങ്ങനെയായാലും നിങ്ങളെ വന്നുകൊണ്ടിരിക്കും. ഈ പരിശീലനം ആവശ്യമാണ്. കാരണം നിങ്ങൾക്ക് തന്നെ വലിയ വിലയും പ്രാധാന്യവും നൽകാൻ ആരോ നിങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു പ്രതിരോധമെന്ന നിലയിൽ, ഒരു തിരിച്ചടി എന്ന നിലയിൽ ഈ പരിശീലനം ആവശ്യമാണ്.
ഇതൊരു നല്ല രീതിയാണ്. എന്നാൽ ദിവ്യത്വത്തിലേക്ക് സമർപ്പിക്കുക എന്നത് ഒരു അഭ്യാസമാക്കി മാറ്റാൻ കഴിയില്ല. ആശിഷ്, നിങ്ങളിത് നിങ്ങൾക്കായി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മതിയാകും. ഇനി ഇത് കൃഷ്ണനായി ചെയ്യാൻ തുടങ്ങരുത്. തൻ്റെ എല്ലാ കർമ്മങ്ങളും തനിക്ക്, അതായത് ഭഗവാൻ കൃഷ്ണന് സമർപ്പിക്കാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട് എന്നെനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഇതിന്റെ സത്യം ഒന്ന് മനസ്സിലാക്കണം. ശ്രീകൃഷ്ണൻ പറയുന്നതിന്റെ ആന്തരാർത്ഥം ഗ്രഹിക്കണം. നിങ്ങളുടെ കർമ്മങ്ങൾ എനിക്ക് സമർപ്പിക്കൂ എന്ന് ശ്രീകൃഷ്ണൻ പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇത്രമാത്രമാണ്: നിന്റെ കർമ്മങ്ങൾ നിനക്ക് തന്നെ സമർപ്പിക്കാതിരിക്കൂ, നിന്റെ നിസാരമായ വ്യക്തിപരമായ പ്രേരണകൾക്കായി പ്രവർത്തിക്കാതിരിക്കൂ. കർമ്മങ്ങൾ സ്വന്തത്തിന് സമർപ്പിക്കാതിരിക്കുന്നതും കൃഷ്ണന് സമർപ്പിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നീ ചോദിച്ചേക്കാം. വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു നേർവാക്കാണ്. അവിടെ നിങ്ങളുണ്ട്. നിങ്ങളുടെ നിസ്സാരമായ അസ്തിത്വത്തിന്റെ മുഴുവൻ വ്യാപ്തിയുമുണ്ട്. നിങ്ങൾ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്താലും അതിന്റെ കാരണവും ഫലവും നിങ്ങൾക്ക് വേണ്ടിയായിരിക്കില്ല എന്ന്. കാരണം അത് വിഡ്ഢിത്തമാണ്. നേരെ മറിച്ച് നിങ്ങൾ ദൈവത്തിനോ ശ്രീകൃഷ്ണനോ വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, നിങ്ങൾ ഈ പറയുന്ന, നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ആ ദൈവമോ ശ്രീകൃഷ്ണനോ ആരാണ്? അദ്ദേഹം വീണ്ടും നിങ്ങളുടെ ഭാവനയുടെ ഒരു സൃഷ്ടിയല്ലേ? അതുകൊണ്ട് അത് അപകടകരമായിരിക്കും. സത്യം നിരാകാരമാണ്. കൃഷ്ണൻ യഥാർത്ഥത്തിൽ നിരാകാരനാണ്. രൂപങ്ങളിലും വിഗ്രഹങ്ങളിലും ചിത്രങ്ങളിലും പ്രതിമകളിലും നിങ്ങൾ കാണുന്ന ആ സാഗരകൃഷ്ണൻ ഒരു പ്രത്യേക നൂറ്റാണ്ടിന്റെ, ഒരു പ്രത്യേക യുഗത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം നിരാകാരമായ സത്യമല്ല. സത്യം ഒരു പ്രത്യേക സമയത്ത്, ഒരു പ്രത്യേക സ്ഥലത്ത് സ്വയം വെളിപ്പെടുത്തിയ രൂപമാണത്. ആ സമയവും ആ സ്ഥലവും കഴിഞ്ഞുപോയി. അസംഖ്യം മൈലുകൾക്കും അസംഖ്യം വർഷങ്ങൾക്കും അപ്പുറം നിങ്ങൾ ആ കാലങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ നിന്നും വേർപെട്ടിരിക്കുന്നു. അർജുനന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ച ആ കൃഷ്ണൻ ഇന്ന് നിങ്ങൾക്ക് അത്ര ഉപകാരപ്പെടില്ല. എന്നാൽ നിങ്ങൾ കൃഷ്ണനെ സങ്കല്പിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ മാത്രമേ സങ്കല്പിക്കുകയുള്ളൂ. തലയിൽ കിരീടം ധരിച്ചിരിക്കുന്നവനായി കൃഷ്ണനെ നിങ്ങൾ സങ്കല്പിക്കും. കയ്യിൽ ഓടക്കുഴലുള്ളവനായി സങ്കല്പിക്കും. നീല നിറമുള്ളവനായി, സുന്ദരനായി, മൈപ്പീലി ചൂടിയവനായി നിങ്ങൾ അദ്ദേഹത്തെ കാണും. അർജുനന്റെ രഥത്തിലിരിക്കുന്നവനായി, സംസ്കൃതം സംസാരിക്കുന്നവനായി, സുദർശന ചക്രം ഏന്തിയവനായി നിങ്ങൾ അദ്ദേഹത്തെ ഭാവന ചെയ്യും. ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾ ചിന്തിക്കുന്നതും ഭാവന ചെയ്യുന്നതുമായ ഈ കൃഷ്ണൻ ഒരു പ്രത്യേക നൂറ്റാണ്ടിലെ ഒരു പ്രത്യേക സ്ഥലത്തെ നിരാകാര ബ്രഹ്മത്തിന്റെ
ഒരു പ്രത്യേക ആവിഷ്കാരം മാത്രമാണ്. ആ ആവിഷ്കാരം ഇന്ന് സങ്കല്പിച്ചാൽ അതത്ര ഉപകാരപ്പെടില്ല. കാരണം നിങ്ങൾ സങ്കല്പിക്കുമ്പോൾ അത് കേവലം ഒരു സങ്കല്പം മാത്രമായിരിക്കും. സങ്കല്പങ്ങൾ എല്ലായ്പ്പോഴും എന്ന പോലെ നിഷ്പ്രയോജനവുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കർമ്മങ്ങൾ ശ്രീകൃഷ്ണന് സമർപ്പിക്കരുത്. കാരണം നിങ്ങൾ സങ്കല്പിക്കുന്ന ആ ശ്രീകൃഷ്ണൻ യഥാർത്ഥ ശ്രീകൃഷ്ണനല്ല. യഥാർത്ഥ ശ്രീകൃഷ്ണന് രൂപമില്ല. അല്ലെങ്കിൽ യഥാർത്ഥ ശ്രീകൃഷ്ണന് അതിമഹത്തായ ഒരു രൂപമുണ്ട്. കൃഷ്ണന്റെ യഥാർത്ഥ രൂപം അറിയാൻ അർജുനന് പോലും ദിവ്യചക്ഷസുകൾ ആവശ്യമായിരുന്നു. ആ യഥാർത്ഥ രൂപം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അത് അത്രമേൽ അപാരമായിരുന്നു. നിങ്ങൾ അതിനെ നിരാകാരം എന്ന് വിളിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളിൽ തന്നെ അർപ്പിക്കാതിരിക്കാൻ പരിശീലിച്ചാൽ മതി. സത്യത്തിനോ ദൈവത്തിനോ ഭഗവാനോ ശ്രീകൃഷ്ണനോ വേണ്ടി നിങ്ങളുടെ പ്രവൃത്തികൾ സമർപ്പിക്കാൻ പരിശീലിക്കരുത്. ശ്രീകൃഷ്ണൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് സങ്കല്പിക്കാനോ ഭാവന ചെയ്യാനോ ഉള്ള വലിപ്പം നിങ്ങൾക്കില്ല. നിങ്ങൾ അത്രമേൽ ചെറുതാണ്. പിന്നെ എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിക്കും? നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ ഒരു വസ്തുവിനോട് മാത്രമേ സമർപ്പിക്കാൻ കഴിയൂ. എന്നാൽ ശ്രീകൃഷ്ണൻ അത്രമേൽ വലുതാണ്. അദ്ദേഹത്തെ ഒരു വസ്തുവായി കാണാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ ആർക്ക് സമർപ്പിക്കും? നിങ്ങൾക്ക് ഒരു വസ്തുവിനെ മാത്രമേ എന്തെങ്കിലും സമർപ്പിക്കാൻ കഴിയൂ. എന്നാൽ യഥാർത്ഥ ശ്രീകൃഷ്ണൻ ഒരു വസ്തുവല്ല. അതുകൊണ്ട് നിങ്ങളുടെ പരിശീലനത്തെ ഒരു നിസാരതയിലേക്ക്, ഒരു ലാഘവത്തിലേക്ക് ഒതുക്കുക. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നോക്കി ചിരിക്കാൻ കഴിയണം. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഒരിക്കലും അമിത പ്രാധാന്യം നൽകരുത്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാതിരിക്കൂ. നിങ്ങളെ തന്നെ ഒരു കുമിളയായി കാണുക. കഴിയുമെങ്കിൽ സ്വയം ഒന്നോ രണ്ടോ തമാശകൾ പറയുക. സ്വന്തം തമാശകളിലെ പരിഹാസപാത്രമാകുന്നത് വലിയൊരു കാര്യമാണ്.